KV അതേപോലെ നവോദയ നോട്ടിഫിക്കേഷനുകളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ്. ആപ്ലിക്കേഷനൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ. അപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു സംശയം, ഹിന്ദി ഉള്ളവർക്കാണല്ലോ ഈ ജോലി കൂടുതൽ കിട്ടുക, ഹിന്ദി നിർബന്ധമല്ലേ, അതില്ലാതെ പറ്റില്ലല്ലോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ അങ്ങനെ അല്ല. പണ്ടത്തെ പോലെ അത്ര റിജിഡായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. റീജിയണൽ ലാംഗ്വേജസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ 2 ടയറുകളായിട്ട് നടക്കുന്ന എക്സാമിൽ ആദ്യത്തെ ടയറിൽ ഈ റീജിയണൽ ലാംഗ്വേജ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഹിന്ദി മാത്രമല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഹിന്ദി എക്സാമിന് നിർബന്ധമല്ല. നേരത്തെ ഉണ്ടായിരുന്നു, മിനിമം മാർക്ക് ഹിന്ദിയിൽ ഇത്ര മാർക്ക് കിട്ടിയാൽ മാത്രമേ ക്വാളിഫൈഡ് ആയതായിട്ട് എടുക്കുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയില്ല. കമ്മ്യൂണിക്കേഷൻ അറിയണം എന്ന് പറയുന്നുണ്ട്. ഹിന്ദിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അറിയണം. കാരണം നോർത്ത് ഇന്ത്യയിലുള്ള സ്കൂളുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, ക്ലാസ് എടുക്കാൻ സമയത്ത് അത് ആവശ്യമായിട്ട് വന്നേക്കാം. അത് അപ്പോയിൻമെൻറ്റ് സമയത്തൊക്കെ അത് നിങ്ങൾ എന്തായാലും നേടിയെടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ പഴയ പോലെ എക്സാമിനകത്ത് ഹിന്ദി ഒരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ. അപ്പോൾ അതിനെ പേടിച്ച്, ഹിന്ദിയെ പേടിച്ച് ആരും പഠിക്കാതിരിക്കേണ്ടതില്ല. പുതിയ കേന്ദ്രീയ വിദ്യാലയ സ്കൂളുകൾ വരെ സ്ഥാപിക്കാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് KVയുടെയും നവോദയയുടെയും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് വേക്കൻസികൾ അല്ലേ, ആയിരക്കണക്കിന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഒരാൾ നിങ്ങളാവാം. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിന് ഭാഷ ഒരു തടസ്സമല്ല. മലയാളിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.